ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തനിനാടൻ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നല്ല അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അളവാണ് പറയുന്നത്. ഒരു 10-30 ചെറിയ ഉള്ളിയോളം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, കുറച്ച് കറിവേപ്പില, ഒരു 5-6 പച്ചമുളക്, ഒരു 5 ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ഞണ്ടാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നല്ല പരുവോട് കൂടിയ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത്. തീരെ ചെറിയ കൈകളൊക്കെ ഞാനത് കളഞ്ഞിട്ട് കുറച്ച് നല്ല ചതയുള്ള പോഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതൊക്കെ നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എന്നാലേ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് എടുത്ത് വെച്ചേക്കുന്ന ഒരു 5-6 പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2ആയിട്ട് നടുകെ കീറി എടുത്തതാണ്. അപ്പം അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിലേക്ക് ഞാൻ ആദ്യം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ആ ഒരു സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാള ഒന്ന് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുന്ന ആ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 30ഓളം ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസുള്ള 30 ചെറിയ ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നൈസായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് അടച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം അടച്ച് ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ ആ ചെറിയ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് ഇപ്പം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാവൂലേ, ഈ ഒരു സമയത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഞണ്ടുകൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 1 കിലോ ഞണ്ട് അടുപ്പിച്ച് എനിക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വലിയ ചട്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ക്രാബും പിന്നെ നമ്മുടെ സവാളയും ചെറിയ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം 2-3 മിനിറ്റ് കൂടുമ്പോൾ. എന്നിട്ട് ക്രാബ് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്രാബൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഉള്ളിയും ഇതെല്ലാം കൂടെ ആ ക്രാബിലൊക്കെ പിടിച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം നന്നായിട്ട് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന തക്കാളിയും കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ തക്കാളിയുടെ ആ ഫ്ലേവറൊക്കെ അതിലോട്ട് ഇറങ്ങട്ടെ. ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അത് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ആവിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഓരോ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത മസാല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലേ ആ ഓരോന്നിൻ്റെ ഫ്ലേവറും അതിൽ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം 1 കിലോ അടുപ്പിച്ചില്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ നല്ല 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ കുരുമുളകും ചേർക്കുന്നുണ്ട്, അതനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ആ മസാല എല്ലാം കൂടെ ക്രാബിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ നേരത്തെ മാത്രമേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ക്രാബിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി, ക്രാബിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങത്തില്ലേ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ വെളിച്ചെണ്ണയിൽ കിടന്നാണ് ഇനി ഈ ക്രാബിനെ നമുക്ക് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. ആ നന്നായിട്ട് തന്നെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന ക്രാബൊക്കെ നന്നായിട്ട് തന്നെ എന്താ പറയുക, വഴണ്ട് വരണം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. എത്രത്തോളം നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം. ഇനി ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂണ് നല്ല ഫ്രഷ് കുരുമുളക് പൊടിയും കൂടെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഒരു 2-3 പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഇതായിട്ട് ഒരു ബ്ലാക്ക് കളറോളം അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരും. ആ ഒരു ഇതുപോലെ നമ്മൾ വഴറ്റിയെടുക്കില്ല, അതുപോലെ നമ്മൾ ചിക്കനൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഇപ്പം വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ക്രാബൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്.